പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ 132ാം ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹം ശിശുക്കളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ എഴുതി, എനിക്ക് കുട്ടികളോടൊപ്പം സംസാരിക്കാനും അവരോടൊപ്പം കളിക്കാനും അവരുമായി സംവദിക്കാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ആ സമയത്ത് ഞാനൊരു പ്രായപൂർത്തിയ ആളായെന്നും ഞാനൊരു മുതിർന്ന ആളാണെന്നും ഉള്ള കാര്യം ഞാൻ മറക്കുന്നു. അത്രയധികം ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈയൊരു അദ്ദേഹത്തിൻ്റെ സ്നേഹം, കുട്ടികളോടുള്ള സ്നേഹമാണ് ശിശുദിനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. യുഎന്നോടെ തീരുമാനമനുസരിച്ച് 1956 നവംബർ 20 ശിശുദിനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചാച്ചാജിയുടെ മരണശേഷം അദ്ദേഹത്തിന് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ശിശുക്കളെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ, ലോകത്തിൻ്റെ നിറകിലേക്കുള്ള പ്രയാണത്തിലാണെങ്കിൽ, ഉറച്ച ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിദേശ നയം കരുപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം പിന്നിൽ ചാച്ചാജിയുടെ പ്രയത്നമായിരുന്നു, ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമായിരുന്നു. ഒരിക്കൽ അമേരിക്കൻ പത്രപ്രവർത്തകനായ നോർമൻ കസിൻസ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? അദ്ദേഹം പറഞ്ഞു, 400 ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ സ്വയം ഭരണത്തിന് പ്രാപ്തരാക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഒരു ജനാധിപത്യമായതും അതുപോലെ തന്നെ അധികാരമെന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് വരെ എത്തിച്ചേർന്നു. വികേന്ദ്രീകരണം എന്ന് പറയുന്നത് നടപ്പാക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ എല്ലാ രാജ്യങ്ങളും പട്ടാള ഭരണത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും വഴിയിലേക്ക് പോയപ്പോഴും ഇന്ത്യ സ്വതന്ത്രമായ ആ തീയതി മുതൽ ഇന്ന് വരെ ഉറച്ച ജനാധിപത്യ രാജ്യമായത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ വായിക്കുക, അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുക, ഇന്ത്യയെ സ്നേഹിക്കുക, ഒരു നല്ല ഇന്ത്യക്കാരൻ അല്ല ഇന്ത്യക്കാരിയായി മാറുക. എല്ലാവിധ ശിശുദിന ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. Good morning all of you, respected principal, teachers and my all friends. Today 14th November we celebrated as Children's Day. It is the born of Pandit Jawaharlal Nehru. He also known as Chacha Nehru. He loves children very much. He was first Prime Minister of India. He was born in 1889 in Allahabad. He was also a freedom fighter. Chachaji is one of our great people like Babuji, Netaji and Kalam.
everyone. First, I wish you all a very happy Children's Day. Children's Day is celebrated on 14th November every year in India. Children's Day is a birth anniversary of Pandit Jawaharlal Nehru. Pandit Nehru was the first Prime Minister of India. He loved children very much. Thank you, teacher. Hi, I am Ridan. Respected teachers and all my dear friends, today I am going to speak on Children's Day. Children's Day is celebrated on 14th November every year with great joy. It is the birth anniversary of our first Prime Minister, Pandit Jawaharlal Nehru. He had great love for children. With love, we call him Chacha Nehru. He said that today children are future of the nation, so children should be raised with love and care. This is very special day for children. Thank you. Good morning to all, respected teacher and my dear friends. I wish you happy Children's Day. Hi teacher. Hi friends. I am Nihala. Happy Children's Day to all. Children's Day, happy Children's Day. Birthday, happy birthday. Chacha Nehru birthday. 14 day, number 14 day. Nehru's birthday, Children's Day. Freedom fighter Jawaharlal. Prime Minister Nehruji. Children's for him, Chachaji. Chacha's birthday, Children's Day. Children's Day, Children's Day, Children's Day. Thank you. This second year. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ നാടാകെ ശിശുദിനമായി നാമെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയുമായി കയ്യിൽ പന്നീർ പൂക്കളുമായി വാത്സല്യത്തിൽ കുടമരമായി നിറകുടമായി നിപ്പു നമ്മുടെ ചാച്ചാജി. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ നാടാകെ ജയ് 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 ചാച്ചാജി. जय 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 चाचा जी. Thank you. नमस्कार. मालाओं तो रंग सजे हम बच्चों के है मसे. मालाओं तो रंग सजे हम बच्चों के है मसे. हाथ मिलाए गले लगाए प्यार से आपको सहराए. हाथ मिलाए गले लगाए प्यार से हमको सहराए. जन्मदिन चाचा जी का बाल दिन बच्चों का. जन्मदिन चाचा जी का बाल दिन बच्चों का. चाचा जी हमें प्यार बच्चों के लिए दुलार. चाचा जी हमें प्यार बच्चों के लिए दुलार. चाचा जी को याद करे उनका सम्मान करे. चाचा जी को याद करे उनका सम्मान करे. Good morning everyone. Today is 14th November. At first I wish you all very happy Children's Day. Children's Day is the birth anniversary of Pandit Jawaharlal Nehru. He was a great hero of the Indian freedom struggle. He was the first Prime Minister of India. He was very fond of children. He always advocated for children's rights for safety, health and education. This day reminds everybody that children are the future of the nation. Children's Day is very special day for all children. Thank you. Good morning teachers, my dear friends. Wish you a happy Children's Day. We are the birds in the garden. We are the stars in the sky. We are the birds in the garden. We are the stars in the sky. We are the children, we want to shine. We are the children, we want to shine.
Happy Children's Day, Happy Children's Day, Happy Children's Day. We are the light in the darkness. We are the future of nation. We are the light in the darkness. We are the future of nation. We are the children we want to shine. We are the children we want to shine. Happy Children's Day, Happy Children's Day. We are the hopes of parents. We are the promise of tomorrow. We are the hopes of parents. We are the promise of tomorrow. We are the children we want to shine. We are the children we want to shine. Happy Children's Day, Happy Children's Day, Happy Children's Day. Thank you. Children's Day is celebrated on 14th of November every year in India. The birthday of Pandit Jawaharlal Nehru is celebrated as Children's Day. He was the first Prime Minister of Independent India. Happy Children's Day. Have a nice day. Thank you. Respected principal, teachers and my all dear friends, Happy Children's Day. In India, Children's Day is celebrated in every year on November 14th to pay tribute to our first Prime Minister Pandit Jawaharlal Nehru. Nehru was born on 14th November 1889 in Allahabad, Uttar Pradesh. He was a son of famous lawyer Mr. Motilal Nehru and Mrs. Surabhani Nehru. He got his education from England. He shared a lovely bond with children and was very caring towards them, which is why children fondly call him Chacha Nehru. He said the children of today will make the India tomorrow. He always believed in empowering young children and never clipping their wings. Once again, I wish you a very happy Children's Day. Thank you. Hi, my name is Hamad Hanif. Happy Children's Day, all my friends. We are the buds in the garden. We are the stars in the sky. We are the buds in the garden. We are the stars in the sky. We are children, we want to shine. We are children, we want to shine. Happy Children's Day. Happy Children's Day. We are the light in the dark night. We are the future of the nation. We are the light in the dark night. We are the future of the nation. We are children, we want to shine. We are children, we want to shine. Happy Children's Day. Happy Children's Day. Thank you. Hi friends. Happy Children's Day. We are birds in the garden. We are stars in the sky. We are birds in the garden. We are stars in the sky. We are children, we want to shine. We are children, we want to shine. Happy Children's Day. Happy Children's Day. Good morning to all. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി സ്നേഹം ചൊറിയും ചാച്ചാജി പുഞ്ചിരി തൂകും ചാച്ചാജി 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 നമ്മുടെ സ്വന്തം ചാച്ചാജി സ്നേഹം ചൊരിയും ചാച്ചാജി പുഞ്ചിരി തൂകും ചാച്ചാജി ശിശുദിനം എന്തെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനം എന്തെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം സ്നേഹിച്ചൊന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി സ്നേഹിച്ചൊന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി
കുട്ടികൾക്കൊന്നും ചങ്ങാതി റോസാപ്പഴം തോഴത്താൻ. കുട്ടികൾക്ക് എന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴത്താൻ. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. ഓർത്തെഴുന്നൽ ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ഓർത്തെഴുന്നൽ ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. Good morning, respected principal, teachers, and my dear friends. Wish you happy Children's Day to all. Children's Day is a wonderful day for the students. It is celebrated on 14th November every year in India. It is celebrated on the birth anniversary of our first Prime Minister Pandit Jawaharlal Nehru. He was very fond of children and children affectionately call him as Chacha Nehru. Children's Day reminds everybody that children are the future of the nation. Once again, I wish you happy Children's Day to all. Thank you. The principal, teachers, parents, and my dear friends. My name is Aisha Zaibin. Today is 14th November. Let me begin by wishing you all a very happy Children's Day. Children's Day is celebrated in different days in many countries. However, in India, it is celebrated on 14th November every year. It is celebrated to commemorate the birth anniversary of first Prime Minister Pandit Jawaharlal Nehru. He was born on 14th November 1889. His birthday is celebrated as Children's Day because of his great love and affection towards children. Children like him and call him as Chachaji. He had a great vision for children. He once said, today's children are tomorrow's citizens. He died on 27 1964. He played a hero for making new India. It is celebrated to spread the awareness about the right and welfare of the children. Children like him. Children are very valuable asset for the future of the nation. So, children should get proper education and development. Let's spread this message and make this day a memorable one. Happy Children's Day, guys. നമസ്കാരം. ഞാൻ അതുൽ. ശിശുദിനം ഓടിയാണല്ലോ. നവംബർ 14 വന്നല്ലോ. നമ്മൾക്കെല്ലാം പുണ്യദിനം. ഇന്നാണല്ലോ നമ്മുടെ ഈ ചാച്ചാജിയുടെ ജന്മദിനം. ഇന്നാണല്ലോ നമ്മുടെ ഈ ചാച്ചാജിയുടെ ജന്മദിനം. റോസാ പൂക്കൾ കുപ്പായത്തിൽ കീശയിലെത്തും ചാച്ചാജി. കുഞ്ഞുങ്ങൾക്കും കൂട്ടായി എന്നും വാളും ചാച്ചാജി. ഗാന്ധി തൊപ്പി അണിഞ്ഞിട്ട് സുന്ദരനായ ചാച്ചാജി. ഇന്നാണല്ലോ ജന്മദിനം, ചാച്ചാജിയുടെ ജന്മദിനം. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടം നമ്മൾ സ്വന്തം നെഹ്റുവിനെ. ചാച്ചാജിയുടെ ജന്മദിനം. കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം. നമ്മുടെ നാടിൽ പുരോഗതിക്കായി മുന്നിട്ടിറങ്ങിയ നേതാവ്. ആ നേതാവിൻ്റെ ജന്മദിനത്തിൽ നമ്മൾക്കും നേരിടാം ആശംസ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശിശുദിനം ആശംസകൾ. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ ചാച്ചാജി. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. Good morning everyone. Today 14 November Children's Day. I am going to sing a song.
Chachaji, Chachaji, this day for you. Chachaji, Chachaji, we love you so much. Chachaji, Chachaji, this day for you. Chachaji, Chachaji, we love you so much. You love children deeply, you work for them bravely. You love children deeply, you work for them bravely. You had him for children and made him good time for them. You had him for children and made good time for them. You fought for the freedom and made in India stronger. You fought for the freedom and made in India stronger. We wish you this Children's Day. 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 Happy Children's Day. Thank you. Wish you all a very happy Children's Day. Let's sing a song. We are the birds in the garden. We are the stars in the sky. We are the children, we want to shine. Happy Children's Day, Happy Children's Day. We are the light in the darkness. We are the fusion of the nation. We are the children, we want to shine. Happy Children's Day, Happy Children's Day, Happy Children's Day. Thank you. നമസ്കാരം, എൻ്റെ പേര് ദിയ ഫാത്തിമ. ഞാൻ പഠിക്കുന്നത് MS സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14-നാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. നെഹ്റു കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. കുട്ടികൾ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക. ഈ വാക്കുകൾ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റുവിനെ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ശിശുദിനാശംസകൾ. നന്ദി, നിർത്തുന്നു. ജയ് ഹിന്ദ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 14. Good morning, everyone. Respected principal madam, teacher, parents, and my dear friends. Today, 14 November Children's Day. Jawaharlal Nehru's birthday is celebrated as Children's Day. Jawaharlal Nehru was born on 14 November 1889 in Allahabad. He is the first Prime Minister of independent India. His father's name was Motilal Nehru and mother's name was Saroj Rani. He was very fond of children. Children lovingly called him Chacha Nehru. He was married Kamala Kaur. He is a great freedom fighter and politician. He is a great hero of the Indian freedom fighter. He died on 27th May 1964. Children's Day is very special day for all children. Happy Children's Day. Thank you. നമസ്കാരം, എൻ്റെ പേര് അശഘോഷ് TP. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. വളരെ നാളുകൾക്കു ശേഷമാണ് നാം എല്ലാവരും സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നവംബർ 14 ശിശുദിനം. ചുണ്ടിൽ പുഞ്ചിരിയെടുത്തോതി, നെഞ്ചിൽ പനിനീർ പൂച്ചൂടി, തലയിൽ തൊപ്പിക്കിരീടം പോൽ ചൂടി വരുന്നു ചാച്ചാജി. ധീരൻ വീരൻ ചാച്ചാജി, ധീരൻ വീരൻ ചാച്ചാജി. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ റോസാപ്പൂ അണിഞ്ഞ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ
ചിത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. നാം എല്ലാവരും സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം ജനിച്ചത് 1889 നവംബർ 14 കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കഠിനമായി പോരാടിയ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി 1947 സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം 16 വർഷത്തേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പരമാധികാരി, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നീ നിലകളിൽ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ അടിത്തറയിട്ടു. ആധുനിക ഇന്ത്യയുടെ വാസ്തുശില്പി എന്ന ബഹുമതി അദ്ദേഹത്തിനുണ്ട്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക. ഈ വാക്കുകൾ പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ചാച്ചാജി തന്നെ. കുട്ടികളെ ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാർക്ക് വളർത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിന ആഘോഷവും പ്രദാനം ചെയ്യുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനുമുള്ള വഴി തേടാനും ഈ ദിനം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. ചാച്ചാജി 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 നമ്മൾ സ്വന്തം ചാച്ചാജി, ദേവഞ്ചരിയും ചാച്ചാജി, പുഞ്ചിരി തോകൻ ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മൾ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തോകൻ ചാച്ചാജി. ശിശുദിനെന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനെന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. Good morning everyone, respected principal, teachers and all my dear friends. Today is 14th November. Let me begin by wishing you all a very happy Children's Day. Children's Day is celebrated in many days in different countries. However, in India, it is celebrated in 14th November every year. It is celebrated to commemorate the birth anniversary of our first Prime Minister Pandit Jawaharlal Nehru. He was born on 14th November. His birthday is celebrated as Children's Day. Children's Day because of his great love and affection towards children. Children like him and call him Chachaji. He had a great vision for children. He once said, "Today's children are tomorrow's citizens." True development of our country lies in the development of children. He played key role to making new India. Let's just spread this message and make this day a memorable one. Thank you. Happy Children's Day. Good morning everyone. First, I wish you all a very happy Children's Day. Children's Day is celebrated on 14th November every year in India. It is the birthday of Pandit Jawaharlal Nehru. Pandit Nehru was the first Prime Minister of India. He loved children. He compared children with birds of flower. Children fondly called him Chacha Nehru. Children's Day is a very happy day for children. It is also called Bal Divas. On this day, schools and colleges organize various events like dance, music, drama, etc. competition for children. Children take part in these activities and enjoying its sweets,
is a great day to take forward Nehru's dream in the education of the children so that they can be valuable citizens of the nation. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കുന്നു. കാരണം എന്താണെന്നറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ആരോഗ്യ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നു. കുട്ടികൾക്കു വേണ്ടി ചിലവഴിക്കുകയും കുട്ടികൾക്ക് വേണ്ടി എഴുതുകയും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കുട്ടികളുടെ നേരെയുള്ള ആക്രമണവും ബാലവേലയും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ചാച്ചാജിയുടെ ആഗ്രഹം പോലെ നമുക്ക് പഠിച്ചു വളർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കാം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. Good morning everyone. My name is Kamil K. I am studying in 5th C. Respected principal, headmisters, teachers, parents and all my dear friends. At first I wish you all a very happy Children's Day. Children's Day is celebrated on 14th November every year in India. It was also known as Bal Divas. This day is the birth anniversary of Pandit Jawaharlal Nehru, who was the first Prime Minister of India. Jawaharlal Nehru loved children very much. Children fondly called him Chacha Nehru. Children's Day is very happy day for children. The future of the country depends on children. Friends, on this Children's Day, promise that you will guide your children towards becoming better humans. Thank you. Okay, start. Good morning everyone. I am Diya. First, I wish you all are a very happy children. Children's Day is celebrated on 14th November every year in India. It was a birth anniversary of Pandit Jawaharlal Nehru. Pandit Nehru was first Prime Minister of India. He loved children very much. He compared with children's buds of flowers. Children called him Chachaji. മാന്യ സദസ്സിന് വന്ദനം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേരുന്നു. എല്ലാ വർഷവും നവംബർ 14 നമ്മൾ ഭാരതീയ ശിശുദിനമായി ആഘോഷിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി നാം കൊണ്ടാടുന്നത്. അദ്ദേഹം കുട്ടികളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വലിയ നേതാവായിട്ടും കുട്ടികളോടൊത്ത് അദ്ദേഹം കൂട്ടുകൂടിയിരുന്നു. കുട്ടികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികളുടെ ഉന്നമനത്തിനും സന്തോഷത്തിനുമായി നിരവധി പരിപാടികൾ ചാച്ചാജി ആവിഷ്കരിച്ചിരുന്നു. കുട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ വാഗ്ദാനമാണെന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തോട് ആദരസൂചകമായാണ് ശിശുദിനം കൊണ്ടാടുന്നത്. നെഹ്റുവിനെ രാഷ്ട്രശില്പിയായും വിശ്വ പൗരനായും ഞാൻ വിശ്വസിപ്പിക്കുന്നു. 1889 നവംബർ 14 അലഹബാദിലാണ് നെഹ്റു ജനിച്ചത്. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ രാജ്യത്തിന് ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. നെഹ്റു ഒരു മികച്ച ഗ്രന്ഥകൻ കൂടിയായിരുന്നു. ഇന്ത്യയെ കണ്ടെത്തൽ, ലോകചരിത്രാലോകനം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ്. 1955 നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നുപോകുന്നത്. എങ്കിലും ഒരുപാട് കുട്ടികൾ ഇന്നും ചൂഷണത്തിന് വിധേയരാകുന്നു. ബാലവേലകളും മാനസികവും ശാരീരികവും പീഡനങ്ങൾക്കും ഇരയാകപ്പെടുന്നു. കുട്ടികൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ചൂഷണങ്ങൾക്ക് ഇരയാകപ്പെട്ട കൂട്ടുകാരെ കണ്ടെത്താനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താനും നമുക്ക് കഴിയട്ടെ എന്ന് ഈ ശിശുദിനത്തിൽ പ്രത്യാശിക്കാം. ജയ് ഹിന്ദ്.
നമുക്ക് മാജിക് എന്താണെന്ന് വെച്ചിട്ട് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ 3 കളേഴ്സ് ഉണ്ട്.